മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അതിജീവനത്തിന്റെ കരുത്തുമായി കേരളം. ടൗൺഷിപ്പിലെ വീടുകൾക്കുള്ള ആദ്യഘട്ട ഗുണഭോക്തൃ പട്ടികയിലെ 178 പേരെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. കടകളും മറ്റ് സംരംഭങ്ങളും നഷ്ടപ്പെട്ടവർക്ക് ധനസഹായം നൽകാൻ കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കടകൾ, സംരംഭങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ ധനസഹായം വേഗത്തിൽ വിതരണം ചെയ്യുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു പറഞ്ഞു. ടൗൺഷിപ്പിൽ ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്ന 178 വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നതിനുള്ള നറുക്കെടുപ്പിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. നറുക്കെടുപ്പ് സുതാര്യവും കൃത്യതയും ഉറപ്പാക്കുന്നതിൽ സർക്കാർ നിതാന്ത ജാഗ്രതയാണ് പുലർത്തിയത്. ഗുണഭോക്താക്കൾ നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കുന്ന വീടുകൾ മറ്റു ഗുണഭോക്താക്കൾക്ക് വെച്ചുമാറാൻ സാധിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ദുരന്തത്തിൽ വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ട 178 കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ ടൗൺഷിപ്പിൽ വീടുകൾ കൈമാറുന്നത്. ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന 410 വീടുകൾക്കും കൃത്യമായ ഡിജിറ്റൽ നമ്പറുകൾ നൽകിയിട്ടുണ്ട്. ടൗൺഷിപ്പിലെ 1-ാം സോണിലെ 115 വീട്, 3-ാം സോണിലെ 30 വീട്, 4-ാം സോണിലെ 33 വീടുകളുമാണ് നറുക്കെടുപ്പിലൂടെ ഗുണഭോക്താക്കൾക്ക് ഉറപ്പാക്കിയത്. അപ്രതീക്ഷിത ദുരന്തത്തിൽ വീടും സ്വന്തക്കാരും നഷ്ടപ്പെട്ടവരെ സർക്കാർ കൈപിടിച്ചുയർത്തിയത് അതിവേഗത്തിലായിരുന്നു. ടൗൺഷിപ്പിൽ ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയാവുന്ന 178 വീടുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയാക്കി. മേപ്പാടി MSA ഓഡിറ്റോറിയത്തിൽ ഗുണഭോക്താക്കൾ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് നറുക്കെടുപ്പ് നടന്നത്. 3 ഡിജിറ്റുകളിലായി സോൺ, ക്ലസ്റ്റർ, പ്ലോട്ട് നമ്പർ എന്നിങ്ങനെ രേഖപ്പെടുത്തിയ നറുക്കുകളാണ് ഗുണഭോക്താക്കൾ തിരഞ്ഞെടുത്തത്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡ് പഞ്ചിൽ വീട്ടിൽ P. അഷറഫാണ് ഒന്നാമതായി നറുക്കെടുത്തത്. ടൗൺഷിപ്പിലെ 1-ാം സോണിലെ ക്ലസ്റ്റർ ജയിൽ ഉൾപ്പെട്ട 104-ാം നമ്പർ വീടാണ് അഷറഫിന് നറുക്കെടുപ്പിലൂടെ ലഭിച്ചത്. ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയ പെട്ടിയിൽ നിന്നും ഗുണഭോക്താക്കൾ ടൗൺഷിപ്പിലെ അവരുടെ വീടുകൾ നറുക്കെടുത്ത് സ്വന്തമാക്കി. ആദ്യഘട്ടത്തിൽ കൈമാറിയ വീടുകളുടെയും 7 സെന്റ് സ്ഥലത്തിന്റെയും പട്ടയം അനുവദിച്ച ഉത്തരവ് വേദിയിൽ നിന്നും ഗുണഭോക്താക്കൾക്ക് കൈമാറി. KICV, വാട്ടർ അതോറിറ്റി, സിവിൽ സപ്ലൈസ്, കൽപ്പറ്റ നഗരസഭ മുഖേന വൈദ്യുതി, കുടിവെള്ളം, റേഷൻ കാർഡ്, വീടിന്റെ ഉടമസ്ഥാവകാശ രേഖകൾ നൽകാനുള്ള നടപടികൾക്കായി പ്രത്യേക കൗണ്ടർ സജ്ജീകരിച്ചു. ഓഡിറ്റോറിയത്തിൽ ക്രമീകരിച്ച 15 കൗണ്ടറുകളിലൂടെയാണ് ഗുണഭോക്താക്കൾക്ക് സേവനം ഉറപ്പാക്കിയത്. വീടുകളുടെ വൈദ്യുതി, കുടിവെള്ള കണക്ഷനുകൾ നിലവിൽ ജില്ലാ കളക്ടറുടെ പേരിലാണ് അനുവദിച്ചത്. വൈദ്യുതി, കുടിവെള്ള കണക്ഷനുകളുടെ 3 മാസത്തെ തുക സർക്കാർ അടയ്ക്കുന്നതാണ്. 3 മാസത്തിനു ശേഷം കണക്ഷനുകൾ ഗുണഭോക്താക്കളുടെ വ്യക്തിഗത പേരിലേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള സാക്ഷ്യപത്രവും ഗുണഭോക്താക്കൾക്ക് നൽകി. ജയരാജ് ബത്തേരി, News 18 വയനാട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.